നിമിഷം ജോസിയിലേക്ക് വരാം. ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഇവിടെ ഇതൊരു വല്ല അടുക്കുന്ന ഒരു സംഭവമാണ്, പ്രത്യേകിച്ചും കോട്ടയത്ത് നഗരമധ്യത്തിൽ തന്നെ വളരെ ശാന്തമായ ഒരു സ്ഥലത്ത്. ഇപ്പോൾ ഈ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഇപ്പോ പോലീസിനെ സംബന്ധിച്ച് വിദഗ്ധ അന്വേഷണം നടത്താൻ വേണ്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസ് ഡോഗും അതുപോലെ തന്നെ മറ്റു വ്യക്തികളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. നാടിന് നടക്കിയ ഒരു സംഭവമാണിത്. കൃത്യമായി നേരത്തെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, അവിടെ ആസാമിയായ തൊഴിലാളി വീട്ടിലുണ്ടായിരുന്നു. അയാൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും കുറച്ച് പൈസയും ഓട്ടിച്ചെടുത്തൊരു സംഭവം ഉണ്ടായി. അത് സംബന്ധിച്ചൊരു കേസ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചൊരു കേസ് എടുത്ത് ഇവനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചതാണ്. അങ്ങനൊരു സംഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്കെടുത്ത് പറയാനുള്ളത്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ അയാളെ വിദഗ്ധരും പോലീസ് ഡോഗും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും എത്തിച്ചിട്ടുണ്ട്. അവര് ടീമായിട്ട് നീങ്ങുകയാണ്. അന്വേഷണം നടത്തി ബാക്കി കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടോ? ആരെങ്കിലും ഇല്ല, ഇപ്പൊ പോലീസിന്റെ കസ്റ്റഡിയിലായില്ലേ. പോലീസ് പറഞ്ഞത് ഈ ഒരു സംഭവം മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ആസാമിയെ സംബന്ധിച്ചൊരു പരാതി കിട്ടിയ അയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അയാളെ വിട്ടയക്കുകയും ചെയ്തിരുന്നായിരുന്നു. അങ്ങനൊരു സംഭവം മുമ്പ് ആ വീടുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈ അന്വേഷണ ചുമതല മറ്റാരെങ്കിലും ഏൽപ്പിക്കുകയോ പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല, ഇപ്പോൾ കോട്ടയം DYSP ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്ത് അന്വേഷണം ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. വെസ്റ്റ് CIയും DYSP എല്ലാം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനി സ്ഥലത്ത് എത്തും. ഏതായാലും പ്രാഥമികമായ ഒരു അന്വേഷണത്തിന്റെ നീക്കം നടന്നതിന് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. നന്ദി മിനിസ്റ്റർ, ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്. ജോസിയിലേക്ക് കൂടി. ജോസി, ഇപ്പോൾ ഏതൊക്കെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്? അജിംസ്, കോട്ടയം DYSP അനീഷ്, അതോടൊപ്പം തന്നെ ഗാന്ധിനഗർ വെസ്റ്റ് ഈസ്റ്റ് SHOമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ ഉള്ളത്. ഇനി അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഇവിടെ എത്തും. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയും പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അകത്തുനിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ, ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ആയുധം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചൊരു ആയുധം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അകത്തുനിന്ന് ലഭിക്കുന്ന വിവരം. കൂടാതെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ വളർത്തുനായ ചത്തുപോയിരുന്നു. ഇതിന് ഈ കൊലപാതകവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ വീട്ടുജോലിക്കാരിയെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു തമിഴ്നാട് സ്വദേശിയായ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും ഒരു മലയാളിയായ ഒരു സ്ത്രീയുമാണ് ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ നേരത്തെ ആളുകൾ പങ്കുവച്ചിരുന്ന സംശയം, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ, ഇതര സംസ്ഥാന തൊഴിലാളിയായ പണം തട്ടിയ മുൻ ജീവനക്കാരൻ, ആ ജീവനക്കാരനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ചില ആളുകളെ കസ്റ്റഡിയിലെടുത്ത് തന്നെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആ വിവരങ്ങളൊന്നും പോലീസ് പങ്കുവെക്കുന്നില്ല. ഈ സംശയം ഉള്ള ആളുകളെയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. വിജയകുമാർ, അതോടൊപ്പം മീര, അവർ 64ഉം 60ഉം വയസ്സാണ്. കോട്ടയം നഗരത്തിലെ തിരുനക്കര അമ്പലത്തിനോട് ചേർന്ന് ഇന്ദ്രപ്രസ്ഥം എന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിന്റെ ഉടമകളാണ്. അവിടെ സ്ഥിരമായി രാവിലെ ഇന്നും ഓഫീസിൽ എത്തുമായിരുന്നു എന്നാണ് അല്പം മുമ്പ് ഓഫീസിലെ ജീവനക്കാർ പറയുന്നത്. ഇവിടുന്ന് ആളുകൾ വിളിച്ചറിയിച്ചാണ്, അറിയിച്ചതിനെ തുടർന്നാണ് അവർ ഈ സംഭവം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയെന്നും ആ ജീവനക്കാർ പറയുന്നുണ്ട്. മറ്റൊന്നും തരത്തിലുള്ള പ്രശ്നങ്ങളോ ശത്രുക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം ഇത്തരത്തിൽ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് കൊടുത്തിരുന്നത് പ്രതിയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ ആൾക്ക് ഇവരോട് ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അയാൾ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ ബന്ധുക്കളും അതോടൊപ്പം ഈ ഓഫീസിലെ ജീവനക്കാരും സഹപ്രവർത്തകരും അടക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും പഴുതടച്ചുള്ളൊരു അന്വേഷണം ഈ മേഖലയിൽ പുരോഗമിക്കുകയാണ്. വീടിൻ്റെ 4 ഭാഗത്തും CCTV ഉണ്ട്. നമുക്ക് CCTVയുടെ ദൃശ്യങ്ങൾ കാണാം. CCTV ഈ ദൃശ്യങ്ങൾ ഹാർഡ് ഡിസ്ക് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സംശയകരമായ എന്തെങ്കിലും കാര്യങ്ങൾ CCTVയിൽ നിന്ന് ലഭിക്കുമോ, അല്ലെങ്കിൽ കേസിന്റെ അന്വേഷണത്തിലേക്ക് പ്രതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള വ്യക്തമായ സൂചനകൾ CCTVയിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ഈ ജീവനക്കാരുടെയും അതോടൊപ്പം ഈ ഗീതയുടെയും മീരയുടെയും വിജയകുമാറിന്റെ അടക്കം
ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവമായി ഈ സംഭവം മാറിയിരിക്കുന്നു. ഓരോ ആളുകളും നമ്മളിവിടെ നിന്ന് പ്രതികരണം പങ്കുവെച്ച ഓരോ ആളുകളും നടുക്കത്തോടു കൂടിയാണ് ഈ സംഭവം അറിയുന്നത്. പൊതുവെ നാട്ടിലെ അയൽവാസികളും അല്ലെങ്കിൽ നാട്ടുകാരുമായി വലിയ സഹകരണം ഇല്ല എങ്കിൽ കൂടിയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാന അന്തരീക്ഷത്തിൽ ജീവിച്ചു പോവുകയാണ് ഈ കുടുംബം. നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ മകൻ, ദമ്പതികളുടെ മകൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അത് ആത്മഹത്യ എന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നു. അതിനുശേഷം തികച്ചും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഈ വലിയ വീട്ടിൽ ഈ ദമ്പതികൾ കഴിഞ്ഞിരുന്നത്. ആകെ പകൽ വന്നു പോകുന്നൊരു ജീവനക്കാരിയും ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുനക്കര അമ്പലത്തിനോട് ചേർന്ന ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഓഫീസിൽ എന്നിവർ എത്തുമായിരുന്നു. ഇവരുടെ ഉടമസ്ഥതയിലുള്ള ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയത്തിന്റെ ബുക്കിങ്ങിനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ ആളുകൾ ബന്ധപ്പെട്ടിരുന്നതിന് ഇവരുടെ ഓഫീസിൽ എത്തുമായിരുന്നു. അങ്ങനെ ആളുകളുമായും ഒക്കെ ആ നിലയ്ക്കാണ് അവർ ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നത്. അതിനുശേഷം ഓഫീസ് സമയം കഴിയുമ്പോൾ വീട്ടിൽ വരികയും വിശ്രമിക്കുകയും ചെയ്യുന്ന സാധാരണ ജീവിതം നയിച്ചിരുന്ന ദമ്പതികൾ, വലിയ ശത്രുക്കളൊന്നും പുറമേ ഇല്ലാത്ത ദമ്പതികൾക്ക് ഇത്തരത്തിലുള്ളൊരു ദുര്യോഗം വന്നതിൽ ഞെട്ടലിലാണ് നാട്ടുകാർ. പങ്കുവെക്കുന്ന ആളുകളെല്ലാം അത്തരത്തിലുള്ളൊരു ആശങ്കയാണ് ആദ്യഘട്ടത്തിൽ പങ്കുവച്ചത്. പിന്നീടാണ് പോലീസ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലീഡിലേക്ക് കാര്യങ്ങൾ എത്തിയത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ മുൻ ജീവനക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി, അയാൾക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ആളുകൾ ഉന്നയിക്കുകയും ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അക്കാര്യത്തിലൊന്നും പോലീസ് ഒരു സ്ഥിരീകരണം പറയുന്നില്ല. ഈ അമിത് എന്ന് പറയുന്ന പേരുള്ള വ്യക്തി, അത് നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി, അയാൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നില്ല. അല്പസമയത്തിന് ശേഷം ജില്ലാ പോലീസ് മേധാവി എത്തിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം.